അങ്ങനെ ഇന്നത്തെ എക്സാം കഴിഞ്ഞു അല്ലേ മക്കളെ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. നമുക്കതൊന്ന് വേഗം ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഒട്ടും സമയം കളയാതെ. മക്കളെ, വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നേരെ ചോദ്യങ്ങളിലേക്ക്. അപ്പൊ ഇന്ന് ചോദിച്ചതിലെ ആദ്യത്തെ പ്രവർത്തനം നമ്പർ 6, 6ാമത്തെ പ്രവർത്തനമാണ് ഇതളുകൾ എന്ന പ്രവർത്തനം. ഇതേപോലൊരു പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 5 ഇതളുള്ള പൂക്കളെ ആ നടുക്കുള്ള കൂടയിലേക്ക് വരച്ച് യോജിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം അല്ലേ? അപ്പൊ നമ്മൾ ചെയ്ത പ്രവർത്തനമാണ്. നമുക്കൊന്ന് വരച്ച് യോജിപ്പിച്ചാലോ? 5 ഇതളുള്ള പൂക്കളെ നമുക്ക് ആ സെന്ററിലെ കൂടയിലേക്ക് വരക്കണം. ദാ നോക്കിക്കോ, കോളാമ്പി 5 ഇതളാണ്, ചെമ്പരത്തി 5 ഇതളാണ്, മുല്ല 5 ഇതളാണ്, നിത്യകല്യാണി, അരളിപ്പൂവ് എന്നിവർക്കും 5 ഇതളുകളാണ്. അപ്പോൾ 5 ഇതളുള്ള പൂക്കളെ നമ്മൾ വരച്ചു യോജിപ്പിച്ചു. അടുത്ത പ്രവർത്തനം പൂമരം. വായിക്കാം, വരക്കാം, നിറം നൽകാം. കറുത്ത മാനം, വലിയ മല, പൂമരം, പച്ചത്തത്ത, പാറുന്ന പറവ. മക്കൾ എന്ത് ചെയ്യുക? ഒരു ചിത്രം വരയ്ക്കുക. ടീച്ചർ ഇവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്നല്ല, എൻ്റെ മക്കൾക്കാവുന്ന പോലെ ഒരു ചിത്രം അവിടെ നിങ്ങൾ വരച്ചിട്ടുണ്ടാകും. എന്തൊക്കെ വേണം? കറുത്ത മാനം, വലിയ മല, പൂമരം, പച്ചത്തത്ത, പാറുന്ന പറവ. ടീച്ചർ ആഡ് ചെയ്തത് ഒരു ഫോട്ടോ ആണ് കേട്ടോ, ഒരു ചിത്രമാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ എൻ്റെ മക്കൾ ഒന്ന് വരച്ചിട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതാണ് ആ പ്രവർത്തനം. ഇനി അടുത്തത് നോക്കിയേ, വിരുന്നു വന്നവർ. ഒരു മീൻകൊത്തിയും പ്രാവും കാക്കയും കാക്കയല്ല, സൂചിമുഖിയും വിരുന്നു വന്നു. അല്ലെങ്കിൽ തേൻകുരുവിയും വിരുന്നു വന്നു. എന്തൊക്കെ വന്നു? മരംകൊത്തി, പ്രാവ്, സൂചിമുഖി. പെട്ടെന്ന് കാണുമ്പോൾ അത് കാക്കയെ പോലെ തോന്നുമെങ്കിലും നമുക്കതിൻ്റെ കൊക്ക് കണ്ടാൽ മനസ്സിലാവും അതെന്താണ്. അതൊരു തേൻകുരുവിയാണ്, അല്ലെങ്കിൽ ഒരു സൂചിമുഖി പക്ഷിയാണ്. ഓക്കെ, തേൻകുരുവി എന്ന് പറഞ്ഞാൽ മതി, കാരണം നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ തേൻകുരുവിനെയല്ലേ പഠിക്കുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? അവരുടെ ഭക്ഷണം ഏതാണെന്ന് പാവങ്ങൾക്ക് അറിയില്ല. ആ ഭക്ഷണത്തിലേക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം. നമുക്ക് വഴി കാണിച്ചാലോ? അതാ ടീച്ചർ ഇങ്ങനെ ഒരു കളറോണ്ട് ഇങ്ങനെ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയും തട്ടാണ്ട് മുട്ടാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായി നമ്മൾ വരച്ച് ഓരോന്നിനെയും എവിടെ എത്തിക്കുക? അതിൻ്റെ ഭക്ഷണത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ മീൻകൊത്തി എവിടെ എത്തും? മീനിൻ്റെ അടുത്തും. പ്രാവ് അരിമണികളുടെ അടുത്തും. അതുപോലെ സൂചിമുഖി പൂവിൻ്റെ അടുത്തും എത്തും, അല്ലെങ്കിൽ തേൻകുരുവി പൂവിൻ്റെ അടുത്തും എത്തും. ക്ലിയർ ആണോ? ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കുക. പക്ഷെ ഇതാ ഈ സൈഡിൽ ഒരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ എന്ത് തിന്നും? ഒരു പുഴു ചോദിക്കുകയാണല്ലേ, ഞാൻ എന്ത് തിന്നും? എന്താ മക്കളെ പുഴു തിന്നുക? പുഴു എന്താ തിന്നുക? നമുക്കറിയാം എന്താ തിന്നുക. നമുക്ക് ആൻസർ നോക്കിയാലോ? ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? പുഴു എന്താ തിന്നുകയെന്ന്? ദാ ഉത്തരം, ഇല. ഇലയാണ് പുഴുവിൻ്റെ ഭക്ഷണം. ടീച്ചർ പറയുന്നത് എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക്. പറക്കുന്നവർ. കണ്ടെത്തൂ, വരച്ചു ചേർക്കൂ, നിറം നൽകൂ. കണ്ടെത്തൂ, വരച്ചു ചേർക്കൂ, നിറം നൽകൂ. നോക്കാം നമുക്ക്. ഇവിടെ എന്താ ചോദ്യം എന്നറിയോ? പറക്കുന്നവർ ആരൊക്കെ? ഇവിടെ കുറേ ആൾക്കാർ തന്നിട്ടുണ്ട്. കുരുവിയുണ്ട്, ഉറുമ്പുണ്ട്, പരുന്തുണ്ട്, കാക്കയുണ്ട്, പശുവുണ്ട്, പൊന്മാനുണ്ട്, തത്തയുണ്ട്, ആടുണ്ട്, പൂച്ചയുമുണ്ട്. ഇതിൽ പറക്കുന്ന ജീവികൾ ആരൊക്കെ എന്നുള്ളത് ഒരു വര വരച്ച് ആ നടുക്കുള്ള പറക്കുന്ന ബലൂണിലേക്ക് നമ്മൾ വരച്ച് യോജിപ്പിക്കണം. ചെയ്തു നോക്കിയാലോ? എളുപ്പമാണ് പ്രവർത്തനം. ദാ പരുന്ത് പറക്കും, കാക്ക, പൊന്മാൻ, തത്ത, കുരുവി എന്നിവർ പറക്കുന്ന ജീവികളാണ്. ഒന്നുകൂടെ പറയുന്നു. പരുന്ത്, കാക്ക, പൊന്മാൻ, തത്ത, കുരുവി എന്നിവർ പറക്കുന്ന ജീവികളാണ്. പഠിച്ചല്ലോ. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം. പൂവും കൂട്ടുകാരും. മക്കളെ, വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പം നോക്കാം. പൂവും കൂട്ടുകാരും. ഇതും വരച്ചു ചേർക്കാൻ തന്നെയുള്ള ഒരു പ്രവർത്തനമാണ്. എന്താ ചെയ്യേണ്ടത്? നടുക്കൊരു പൂവുണ്ട്. നമ്മൾ ഇതും ഡിസ്കസ് ചെയ്താണ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, നടുക്കൊരു പൂവുണ്ട്. ഈ പൂവിനെ എന്ത് ചെയ്യണം? പൂവിൽ വിരുന്ന് വരുന്ന ആൾക്കാരിലേക്ക് വരക്കണം അല്ലേ? അല്ലെങ്കിൽ ഏതൊക്കെ ജീവികളാണോ പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ വരുന്നത്, ആ ജീവികളെ പൂവിലേക്ക് വരച്ച് യോജിപ്പിക്കണം. നമുക്ക് ആൻസർ എഴുതി നോക്കിയാലോ? മക്കൾക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. ദാ നോക്കിക്കോ. പൂമ്പാറ്റ, തേൻകുരുവി, വണ്ട്,
തേനീച്ച എന്നിവർ പൂവിൽ നിന്ന് തേനുണ്ണുന്നവരാണ്. താറാവും അണ്ണാനും തവളയും ഒച്ചുമൊന്നും അങ്ങനെയല്ല. അപ്പോൾ തേനീച്ച, പൂമ്പാറ്റ, തേൻകുരുവി, വണ്ട് എന്നിവരെ പൂക്കളിലേക്ക് വരച്ച് യോജിപ്പിക്കണം. ആ പ്രവർത്തനവും കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിന് ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പം എൻ്റെ മക്കൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും, ഉറപ്പാണ് ടീച്ചർക്ക്. അപ്പോൾ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ മക്കളൊന്ന് ലൈക്ക് അടിച്ചേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.